السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, പ്രാർത്ഥന, ഇസ്തിഗാസ, അല്ലാഹുവിനോട് മാത്രം എന്ന വിഷയം വളരെ വ്യക്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ചോദ്യോത്തര സെഷനിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും ജീവിതത്തിലെ ഏതോ പ്രതിസന്ധി ഘട്ടങ്ങളിലും റഹ്മാനായ റബ്ബിലേക്ക് മാത്രമാണ് കരങ്ങൾ ഉയർത്തിയത് എന്നും ഒരുവിധ ന്യായങ്ങൾ പറഞ്ഞും റബ്ബല്ലാത്തവരിലേക്ക് തേട്ടങ്ങൾ വഴിമാറ്റി വിടുവാൻ അവരാരും സന്നദ്ധരായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ വളരെ ഗൗരവതരമായി ശിർക്കായി പരിചയപ്പെടുത്തുകയാണ് ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുക്കയും ചെയ്തത്. ശേഷം ആ അമ്പിയാഇന്റെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിച്ച സ്വഹാബിമാരും താബിഉകളും തബഉ താബിഉകളും അടക്കമുള്ള ഈ ഉമ്മത്തിലെ ആദ്യ തലമുറകൾ, സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ആദ്യ തലമുറകൾ അവരും ജീവിതത്തിൽ മാതൃകയായി കാണിച്ചത് ആ ഒരു മാതൃക തന്നെയാണ്. പിന്നീട് കാലക്രമേണ മുസ്ലിം സമുദായം ആ വഴിയിൽ നിന്ന് വഴിമാറിപ്പോവുകയും പലവിധ സ്വാധീനങ്ങളാൽ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് അല്ലാഹുവിലേക്ക് തങ്ങളുടെ തേട്ടങ്ങൾ കുറേശ്ശെയായി വഴിമാറി പോകുന്നതാണ് മുസ്ലിം സമുദായത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്. അംബിയായിനോടും ഔലിയായിനോടും സുദീഖുകളോടും ശുഹദായിനോടും സ്വാലിഹീങ്ങളോടും മലായിക്കത്തിനോടും ജിന്നുകളോടുമെല്ലാം വിളിച്ചു തേടുന്ന പ്രവണത മുസ്ലിം സമുദായത്തിൽ വ്യാപകമായി വരികയും അതിന്റെ ഭാഗമായി അവരെ വിളിക്കുവാനും തേടുവാനും മാത്രമായി പ്രത്യേകമായ പദ്യങ്ങളും ഗദ്യങ്ങളും പദ്യഗദ്യ സമ്മിശ്രണങ്ങളുമെല്ലാം മാല മൗലീദുകൾ എന്ന പേരിൽ സമൂഹത്തിൽ വിരചിതമാവുകയും ചെയ്തു. അതേപോലെ ജാറങ്ങൾ, ദർഗകൾ, അവയും റബ്ബല്ലാത്തവരേക്ക് തേടാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി വർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവയെല്ലാം വഴികേടാണ് എന്നും ശരിയായ ആശയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നോട്ട് വെച്ച റഹ്മാനായ റബ്ബിനോട് മാത്രം തേടുക എന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന, ഇസ്തിഗാസയാവട്ടെ, ഇസ്തിആനയാവട്ടെ, ദുആ ആവട്ടെ, ഇബാദത്തിന്റെ പര്യായമായി വരുന്ന മുഴുവൻ കാര്യങ്ങളും റഹ്മാനായ റബ്ബിലേക്ക് മാത്രം തിരിച്ചുവിടുക എന്നും റബ്ബല്ലാത്തവരിലേക്ക് അവയെങ്ങാനും പോയാൽ അത് റബ്ബിൽ പങ്കുചേർക്കലാണ്, ശിർക്കാണ്, ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപകമാണ് എന്ന യാഥാർത്ഥ്യം സമുദായത്തെ ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യമാണ് ഇത്തരം വേദികളിലൂടെ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിഷ്പക്ഷ മനസ്സോടുകൂടി ആരെയും തോൽപ്പിക്കാനും ജയിക്കാനും ഒന്നുമുള്ള മനസ്സല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയം, അതിന്റെ തുടർന്നുള്ള പഠനങ്ങളിൽ ബോധ്യമാകുന്ന മേഖലകൾ, അത് കൃത്യമായ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലും ഒരു വാശിക്ക് വേണ്ടി
വിജയിക്കാൻ വേണ്ടി, ചോദ്യം ചോദിച്ച് തോൽപ്പിക്കാൻ വേണ്ടി എല്ലാമുള്ള ലക്ഷ്യത്തിൽ വന്നവരുണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആവശ്യമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറിച്ച് ഓതി വെച്ച ആയത്തുകൾ, പറഞ്ഞു വെച്ച ഹദീസുകൾ, അതേപോലെ പറഞ്ഞു വെച്ച ധാരാളം സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെയായി ഉദ്ധരിച്ച മറ്റൊരുപാട് ഇബാറത്തുകൾ, വായിച്ച പ്രസിദ്ധീകരണങ്ങൾ, പരാമർശിച്ചു പോയ കാര്യങ്ങൾ, അവയിലൊക്കെ ശരിയല്ലായ്മയുണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്ക്, അതിൽ ശരിയില്ലാത്ത ഒന്നുണ്ട്, അതിന്റെ വസ്തുത ഇങ്ങനെയല്ലേ എന്ന് വല്ലവനും തോന്നുന്നുവെങ്കിൽ അത് മാന്യമായി ചോദിക്കുവാൻ, മാന്യമായി പങ്കുവെക്കുവാനുള്ള ഒരു അവസരമാണ് ഈ മുഖാമുഖത്തിലൂടെ ഇതിനെ സംഘാടകർ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അനുവദിക്കപ്പെട്ട സമയത്തിൽ ഊന്നിക്കൊണ്ട് പരമാവധി ആളുകൾക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു 10 മണിക്ക് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനിടയിൽ കഴിവിന്റെ പരമാവധി ആളുകൾക്ക് അവസരം നൽകാൻ ചോദ്യകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സദസ്സിന്റെ മധ്യത്തിൽ കസേരകൾ ഉണ്ട്. ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവിടെ വന്നിരുന്ന് തങ്ങളുടെ ഊഴമനുസരിച്ച് ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഒരാൾക്ക് ഇത്രയേ ചോദിക്കാവൂ എന്നോ ഇന്ന രൂപത്തിലേ ചോദിക്കാവൂ എന്നോ പ്രത്യേകിച്ച് അങ്ങനെ നിബന്ധനകളൊന്നും വെക്കുന്നില്ല. ഇവിടെ ഉന്നയിച്ച വിഷയത്തിലാണ് ഏറ്റവും പ്രധാനമായി ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടത്. അതെല്ലാം അതുമായി ബന്ധപ്പെട്ട അതിലേക്ക് ചേർക്കാവുന്ന വിഷയങ്ങളിലാണ് ഒരാളുടെ ന്യായമായ സംശയമെങ്കിൽ അത് ചോദിച്ചുകൂടാ എന്ന് നമ്മൾ ആരും പറയുന്നില്ല. അതേപോലെ ഈ പ്രദേശത്തുകാർ, കാരിപറമ്പുകാർ, അവരാണ് ഏറ്റവും പ്രധാനമായി ഈ അവസരം ഉപയോഗിക്കേണ്ടവർ. മുജാഹിദ് പ്രസ്ഥാനം ഒരുപാട് പ്രദേശങ്ങളിൽ ഇതേപോലെ മുഖാമുഖങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതാത് പ്രദേശത്തുകാരൊക്കെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ പ്രദേശത്ത് വന്ന് ഇത് സംഘടിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ ഒന്നാമതായി പരിഗണന നൽകാൻ അല്ലാത്തവർ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഇവര് മാത്രമേ ചോദിക്കാവൂ എന്നോ വേറെ ആരും ചോദിച്ചുകൂടാ എന്നോ ഒന്നുമുള്ള നിബന്ധന ആ വിഷയത്തിലില്ല. പക്ഷെ ആര് ചോദിച്ചാലും മാന്യമായി വിഷയങ്ങൾ പഠിക്കാൻ, ദീനിയായ വിഷയം എന്ന നിലയ്ക്ക് ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാവണം. ആ തരത്തിൽ മാത്രമേ ഇൻഷാ അല്ലാഹ് ഉത്തരവും ഉണ്ടാവുകയുള്ളൂ. തീർത്തും മാന്യമായി ദീനിയായ വിഷയം എന്ന നിലയ്ക്ക്, നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ് എന്ന നിലയ്ക്ക്, വിജയ പരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു മേഖല എന്ന നിലയ്ക്ക് ആ തരത്തിൽ നാം ഇതിനെ കാണണമെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതല്ല ചോദിച്ച് തോൽപ്പിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ തോൽവി സമ്മതിക്കാനും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ കിതാബും പഠിച്ച് എല്ലാ ഇൽമും ഉണ്ടാക്കി എല്ലാം തികഞ്ഞ് നടക്കുന്നവരൊന്നുമല്ല ഞങ്ങൾ ആരും തന്നെ. നിങ്ങൾക്ക് ചോദിക്കാം, ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കറിയുമെങ്കിൽ, വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ അത് പറയും. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ യാതൊരു മടിയും ഞങ്ങൾക്ക് ആർക്കുമില്ല. കാരണം അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹിന്റെ ദീനിൽ സ്വന്തം വക ഉണ്ടാക്കി പറയാൻ ആർക്കും അനുവാദമില്ല. അതുകൊണ്ട് ബോധ്യമുണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പഠിച്ച് അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് പിന്നീട് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ചോദ്യോത്തര സെഷനിലേക്ക് നാം കടക്കുകയാണ്. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി സദസ്സിന്റെ മധ്യഭാഗത്ത് ഒരുക്കി വെച്ച വേദികൾ, കസേരകൾ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്കൊഴിയുന്നു. അല്ലാഹു ഈ ഒരു രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമീർ ഹുസൈൻ ചെമ്മാട്ടുകാരനാണ്. ആദ്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത് ആദ്യമായിട്ടൊരു അപേക്ഷയാണ്. ഇപ്പോൾ ഈ പരിപാടി ഇങ്ങനെ നടക്കുമ്പോൾ ഇത് വീണ്ടും വീണ്ടും കാണാനും ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന നമ്മൾ മറുപടി കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു വീഡിയോ ആയിട്ട് ഇത് പിടിക്കാനുള്ള ഒരു അവസരം തരണം. സഹോദരന്റെ ആവശ്യം ഇവിടെ പൂർണ്ണമായി പാലിക്കപ്പെടാൻ വേണ്ടി വളരെ വ്യവസ്ഥാപിതമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. ഓഡിയോ റെക്കോർഡിംഗ് ബൈലക്സ് വഴിയും വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്.
അതുകൊണ്ട് ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ചോദ്യത്തിലേക്ക് പ്രവേശിക്കുക. അൽഹംദുലില്ലാ. പോസ്റ്റർ കണ്ടത് പ്രാർത്ഥന ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രം എന്നൊരു പോസ്റ്ററാണ് കണ്ടത്. ഈ വിഷയ സംബന്ധിയായിട്ട് ചിന്തിച്ചപ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തുന്നത് ഷിർക്കാണ്, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നത് ഷിർക്കാണ് എന്നാണ് മുജാഹിദ് വാദം. സുന്നികളുടെ വാദം അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നത് ഷിർക്കല്ല എന്നാണ് വാദം. അത് തൗഹീദിന്റെ പരിധിയിൽ തന്നെ പെടുന്നതാണ് എന്നാണ് വാദം. ഇപ്പോൾ വാദത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത് ഇസ്തിഗാസ ഷിർക്കിൽ പെടുന്നതാണ്, അല്ല തൗഹീദിന്റെ പരിധിയിൽ പെടുന്നതാണ് എന്നതാണ് വിഷയം. ഇത് സംബന്ധമായി ചോദിക്കാനുള്ളത്, തൗഹീദിന്റെയും ഷിർക്കിന്റെയും ഇടയിൽ അതിനെ വ്യത്യാസപ്പെടുത്തുന്ന മാനദണ്ഡം എന്താണ്? വളരെ കൃത്യമാണ് ചോദ്യം. ഷിർക്കിനെയും തൗഹീദിനെയും ഇടയിൽ മാറ്റം വരുത്തുന്ന മാനദണ്ഡം എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അല്ലെങ്കിൽ അധീനം എന്നതാണോ ഷിർക്ക് തൗഹീദിന്റെ ഇടയിൽ ഷിർക്ക് തൗഹീദിന്റെ ഇടയിൽ വിഭജനം വരുത്തുന്ന മാനദണ്ഡം? എങ്കിൽ അതിനുള്ള പ്രാമാണികമായിട്ടുള്ള തെളിവുകൾ ഉദ്ധരിക്കണം. മറ്റെന്തെങ്കിലും അത് പറയാം. ചോദ്യം മനസ്സിലായി. ഉത്തരവും അമീറിന് അറിയാം. ഏതായാലും ആദ്യമായിട്ടല്ലോ മുഖാമുഖത്തിൽ വരുന്നത്. ഏതായിരുന്നാലും ചോദ്യം മൂപ്പർ ചോദിച്ചു, ഞാൻ എന്ത് ഉത്തരം പറയണമെന്നും അദ്ദേഹം തന്നെ പ്രതീക്ഷിച്ചു. ആ ഉത്തരം പറയുകയാണെങ്കിൽ പിന്നെ എങ്ങനെയും കൂടി പറയണം എന്നാണ് എന്നെ കൂടെ പറയാനുള്ളത്. ഏതായിരുന്നാലും ഇതിന് മുമ്പ് മുഖാമുഖങ്ങളിൽ അമീർ വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. എന്നു മാത്രമല്ല, കഴിഞ്ഞൊരു പരിസര പ്രദേശത്തെ മുഖാമുഖത്തിൽ ഏകദേശം 1 മണിക്കൂറോളം സമയം ഈ വിഷയം തന്നെ ചോദിച്ച CD അമീറിന്റെ കയ്യിലുണ്ടാകും. മാതാംകുളം മുഖാമുഖം. അപ്പൊ മാതാംകുളത്തുള്ള മുഖാമുഖത്തിന് 1 മണിക്കൂർ സമയം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണെന്ന് അറിയില്ല, അവിടെ വന്നിട്ട് റെക്കോർഡ് ചെയ്യാൻ ഒരു അവസരം വേണം എന്ന് പറഞ്ഞത് ഇനിയിപ്പോ കയറി വന്നപ്പോ ഈ ക്യാമറ ഒക്കെ കാണാതിരുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഏതായാലും ആ ശൈലികൾ നല്ലതല്ല അമീർ. ഏതായാലും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പഠിക്കുമ്പോൾ ആ ശൈലി നല്ലതല്ല. ഞാൻ പലപ്പോഴും ഇല്ല, നേരിട്ട് കണ്ടപ്പോഴും അമീറിനോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ശൈലി ഒഴിവാക്കി കുറച്ചും കൂടി നല്ലൊരു ശൈലിക്ക് നീങ്ങാണ് നല്ലത് എന്ന് നേക്കുന്നവരെ കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇനിയും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വന്നതിൽ വേദന ഉണ്ട്. ഏതായിരുന്നാലും പ്രാർത്ഥന ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രം, ഇതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി ഇക്കാലം അത്രയും മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചത്. ഇവിടെയും വിഷയാവതരണത്തിൽ വളരെ കൃത്യമായി ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥന ഇസ്തിഗാസ റഹ്മാനായ റബ്ബിനോടാണ് ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും നിർവഹിച്ചത്. ആ അമ്പിയായിൽ നിന്ന് മതം പഠിച്ചവരും നിർവഹിച്ചത് അങ്ങനെ തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടു. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഒരു മാനദണ്ഡവും ഇല്ലെങ്കിൽ പോലും അമ്പിയാക്കള് അള്ളാഹുവിനോട് മാത്രം നിർവഹിച്ച, റബ്ബിനോട് മാത്രം നിർവഹിച്ച ഒരു ഇസ്തിഗാസയും ഒരു പ്രാർത്ഥനയും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് മാനദണ്ഡം എന്താണ്, നിർവചനം എന്താണ്, അതിന് വ്യാഖ്യാനം എന്താണ് എന്നൊക്കെയുള്ള തലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ നിങ്ങളെപ്പോലുള്ള പഠിച്ചു വരുന്ന മുസ്ലിയാരുട്ടികളെ വിളിച്ചിട്ട് മുസ്ലിയാർ നിങ്ങളൊന്ന് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന ഏത് തരത്തിലുള്ള പ്രാർത്ഥനയാണ്, അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് അറിയാത്തവരല്ലല്ലോ അമീറാണെങ്കിലും ഈ തൊട്ടു പിന്നിരിക്കുന്ന മറ്റു മുസ്ലിയാരുട്ടികളാണെങ്കിലും. ഏത് മൂലമാരെ വിളിച്ചിട്ട് ആരും നമ്മളൊക്കെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്ക്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഈ കാലം വരെ അല്ല നിങ്ങളിപ്പോ ഏത് പ്രാർത്ഥന ഉദ്ദേശിച്ചത്, എന്താ ഇതിന്റെ മാനദണ്ഡം, ഏത് മാനദണ്ഡത്തിൽപ്പെട്ട പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് വേണ്ടി നിർവഹിക്കേണ്ടത്, പല സൈസ് പ്രാർത്ഥന ഉണ്ട്, ഏതാ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ഈ കാലം വരെ ഒരു മുസ്ലിയാരും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ മുജാഹിദീങ്ങൾ ഒരു വേദി വെക്കുമ്പോ, ഒരു മുഖാമുഖം സംഘടിപ്പിക്കുമ്പോ, അതേപോലെ സംവാദം ഉണ്ടാകുമ്പോ അവിടെയാണ് ദുആ എന്താ തിരിഞ്ഞിട്ടില്ല, പ്രാർത്ഥന എന്താ തിരിഞ്ഞിട്ടില്ല, ഇസ്തിഗാസ എന്താ മനസ്സിലായിട്ടില്ല എന്ന് പല വാക്യമൊക്കെ കിടന്ന് കെട്ടിത്തിരിഞ്ഞിട്ട് സമയം തീർക്കാനുള്ള ശ്രമങ്ങൾ. അപ്പൊ അതുകൊണ്ട് മുസ്ലിം സമുദായം, വിശിഷ്യ മുസ്ലിമീങ്ങളെ സാധാരണക്കാര് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ അവർ മനസ്സിലാക്കിയത് ആ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക് എന്ന് പറയുമ്പോൾ ഏതൊരു പ്രാർത്ഥനയാണോ നമ്മളെല്ലാവരും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു പ്രാർത്ഥന, ആ ഒരു തേട്ടം, ആ ഒരു ഇസ്തിഗാസ,
അത് റഹ്മാനായ റബ്ബിനോട് മാത്രമേ ആകാവൂ എന്നാണ് ഈ ഹെഡിങ്ങിന്റെ ഉദ്ദേശം. അതിന് എന്തു മാനദണ്ഡം വെച്ചാലും കുഴപ്പമില്ല, എന്തു മാനദണ്ഡം വെച്ചാലും കുഴപ്പമില്ല. സാധാരണഗതിയിൽ മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഏത് ജാതി മത വ്യത്യാസമല്ലാതെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനോടും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഓർക്കൊക്കെ മനസ്സിലാണ് സംഗതിയാണ്. ആ ഒരു പ്രാർത്ഥന റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ലാതെ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് കഞ്ഞി വയ്ക്കുന്നില്ലേ, ഡോക്ടറെ പോയി ഡോക്ടറെ രോഗമാണ്, ഞാൻ രോഗിയാണ്, പ്രയാസത്തിലാണ്, എനിക്ക് സുഖം കിട്ടണം എന്ന് പറയുന്നില്ലേ, ഇതൊക്കെ ശിർക്കാണോ, ഇതൊക്കെ പാടില്ലാത്തതാണോ എന്നുള്ള തലങ്ങളിലേക്ക് ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല. അതിനാണോ കാര്യകാരണ ബന്ധം, അതിനപ്പുറം അതിനിപ്പുറമൊക്കെയുള്ള ചോദ്യത്തിൽ തന്നെ എടുത്തിട്ടത്. അതൊക്കെ ഏകദേശം നമുക്കറിയാതെ എങ്ങോട്ടാ പോക്ക് എന്നുള്ളത്. അപ്പൊ ആ ശൈലി ഒന്നും ആവശ്യമില്ല. നേരെ മറിച്ച് ഈ കൂടിയ മുഴുവൻ മുസ്ലിമീങ്ങളും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ മനസ്സിലാക്കിയത് ആ പ്രാർത്ഥന അള്ളാഹിനോടെ പറ്റുള്ളൂ. അത് റബ്ബല്ലാത്തവർക്ക് പോകുന്നുണ്ടോ സമൂഹത്തിൽ നിന്ന്? തീർച്ചയായും ഉണ്ട്. ആ ഒരു പ്രാർത്ഥന റബ്ബല്ലാത്തവരേക്ക് പോകുന്നുണ്ടോ? തീർച്ചയായും പോകുന്നുണ്ട്. അത് ശരിയല്ല, അത് റബ്ബിൽ പങ്കുചേർക്കലാണ്, അത് ശിർക്കാണ് എന്നതാണ് പ്രമാണം പരിചയപ്പെടുത്തുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സമൂഹത്തിൽ നിന്ന് റബ്ബല്ലാത്തവരേക്ക് പോകുന്ന അത്തരം തേട്ടങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അള്ളാഹുവിനോട് മാത്രം നിർവഹിക്കാൻ വേണ്ടി പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അഥവാ റഹ്മാനായ റബ്ബിനു മാത്രം സാധിക്കുന്ന മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന് മുൻഗാമികളും ആധുനികരുമായ പണ്ഡിതന്മാരൊക്കെയും രേഖപ്പെടുത്തി വെച്ച റഹ്മാനായ റബ്ബിന് മാത്രം കഴിയുന്ന, റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ കൊടുത്ത കഴിവോ കൊടുക്കാത്ത കഴിവോ എന്തു ന്യായം പറഞ്ഞാലും ശരി, അത്തരം വിഷയങ്ങൾ റബ്ബല്ലാത്തവരിലേക്ക് തേട്ടങ്ങൾ പോകുന്നു, റബ്ബല്ലാത്തവരിലേക്ക് അത് ചേർത്തി പറയുന്നു. ഉദാഹരണമായി മഴ വർഷിപ്പിക്കുന്നവൻ ആര് എന്ന ചോദ്യത്തിന് ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും, ജാതി മതമൊന്നും വ്യത്യാസമല്ല, എല്ലാ മനുഷ്യന്മാരും പറയും എന്താ സംശയമുള്ളത്, ഹിന്ദുക്കളാണെങ്കിൽ പറയും അത് പടച്ചമ്പുരാൻ തന്നെ, ദൈവം തമ്പുരാൻ തന്നെ. നമ്മൾ പറയും റഹ്മാനായ റബ്ബാണ്. ആർക്കാ തർക്കമുള്ളത്? മഴ വർഷിപ്പിക്കുന്നവൻ അല്ലാഹ്. എന്നാൽ കുതുബിയത്തിന്റെ 5-ാമത്തെ വരിയിൽ തമിഴ്നാട്ടിലെ കീഴക്കര സ്വദേശി സദഖത്തുല്ലാഹിൽ കാഹിലി രചിച്ച കുതുബിയത്തിന്റെ 5-ാമത്തെ വരിയിൽ പഠിപ്പിച്ച എന്താ? യാ കുതുബ അഹ്ലി സമാ വൽ അർളി വസഹുമാ യാ ഫൈള ഐനൈ വുജൂദിഹിം വഗൈസഹുമാ യാ കുതുബ അഹ്ലി സമാ വൽ അർളി, ആകാശഭൂമികളുടെ ആളുകളുടെ കേന്ദ്രബിന്ദുവായവരെ, അതേപോലെ അവിടെ സഹായിയുമായവരെ, അതോടൊപ്പം അവർക്ക് യാ ഫൈള ഐനൈ വുജൂദിഹിം വഗൈസഹുമാ, അവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴിക്കുന്ന മഹാനെ എന്നാണ് പറഞ്ഞൊരു പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ തന്നെ തന്റെ കുതുബിയത്ത് പരിഭാഷയിൽ 12-ാമത്തെ പേജിൽ ഈ വരിക്ക് അർത്ഥം എഴുതി വെച്ചത്. ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ. ഇത് ശൈഖിനെ പറ്റി പറഞ്ഞുകൂടാ, ഈ അർത്ഥത്തിൽ ശൈഖിനെ മനസ്സിലാക്കിക്കൂടാ, ഇതിനു വേണ്ടി ശൈഖിനോട് തേടിക്കൂടാ. അങ്ങനെ തേടിയാൽ, അങ്ങനെ വിശ്വസിച്ചാൽ ശൈഖിനെ റബ്ബിനോട് തുല്യപ്പെടുത്തലായി. ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനാണ് മുഹീദ്ദീൻ ശൈഖ് എന്ന് കുതുബിയത്തിന്റെ 5-ാമത്തെ വരിയിൽ പറഞ്ഞൊരു പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയ ആ വിശ്വാസം അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല, അത് ശിർക്കാണ്. അത് റബ്ബിന്റെ സവിശേഷത ശൈഖിന് വകച്ചു കൊടുക്കലാണ്. ആ തരത്തിലൊരാൾ മൊഹീദ്ദീൻ ശൈഖെ മഴ വർഷിപ്പിക്കണേ, മൊയ്തീൻ ശൈഖെ ഞങ്ങൾക്ക് മഴ നൽകണേ എന്നൊരാൾ തേടുന്നുവെങ്കിൽ അത് ശൈഖുള്ള പ്രാർത്ഥനയാണ്. അതിന് എന്തു മാനദണ്ഡം ഒരാൾ പറഞ്ഞിട്ടും കാര്യമില്ല. ജീവിതകാലത്താണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ ദ്വാരിക്കണം എന്ന് പറഞ്ഞാണെങ്കിൽ അത് വിഷയം വേറെ. നേരെ മറിച്ച് മുഹീദ്ദീൻ ശൈഖ് നിങ്ങൾ മഴ വർഷിപ്പിക്കണേ എന്ന് പറയുന്നുവെങ്കിൽ കുതുബിയത്തിൽ പറഞ്ഞ യാ ഫൈള ഐനൈ വുജൂദിഹിം വഗൈസഹുമാ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ.
അത് കേട്ട് വായിച്ചു പഠിച്ച് അത് വിശ്വസിച്ച ഒരാള് മഴയില്ലാതെ ബുദ്ധിമുട്ടായപ്പോൾ മൊയ്തീൻ ഷെയ്ഖ് നിങ്ങളാണല്ലോ മഴ വർഷിപ്പിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മഴ നൽകണേ എന്നൊരാൾ തേടുന്നുവെങ്കിൽ അത് ഷെയ്ഖിനുള്ള ഇസ്തിഗാസയാണ്, അത് ഷെയ്ഖിനുള്ള പ്രാർത്ഥനയാണ്, അത് ഷെയ്ഖിനെ ആരാധിക്കലാണ്, അത് റഹ്മാനായ റബ്ബിൽ മഹാനായ മൊയ്തീൻ ഷെയ്ഖിനെ പങ്കുചേർക്കലാണ്. ഇതേ ഞങ്ങൾ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്താ മനസ്സിലായില്ല, ഇസ്തിഗാസ എന്താ മനസ്സിലായില്ല, കാര്യകാലം എന്താ മനസ്സിലായില്ല, മാനദണ്ഡം തിരിഞ്ഞില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ചെമ്മാട്ടിന്ന് വണ്ടി കയറേണ്ട ആവശ്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ അമീറിന് പറയാം എന്ന് സൂചിപ്പിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈറ. ആമീൻ. കാരണം ഒരു മുൻപരിചയം ഇല്ലാത്ത ആളെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തതിൽ വളരെ നന്ദിയുണ്ട്. പിന്നെ ചോദിച്ചത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമുള്ളത്, അത് ചോദിക്കുന്നത് ഷിർക്കാണ്, അല്ലാത്തത് ചോദിക്കുന്നത് ഷിർക്കല്ല എന്നൊരു മുജാഹിദ് വാദമുണ്ട്. അങ്ങനെയാണ് പുസ്തകത്തിൽ നിന്ന് വായിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അതിന് പ്രാമാണികമായിട്ടുള്ള വല്ല എന്തെങ്കിലും തെളിയിക്കാൻ കഴിയോ? അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഇത്ര ഒന്നും വിശദീകരിക്കേണ്ട കാര്യമല്ല. ശരി ശരി, നിങ്ങൾ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചോദിച്ചതുമല്ല. ഞാൻ മറ്റേ പറഞ്ഞാൽ രണ്ടാമത് ചോദിക്കാൻ വിചാരിച്ചതായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് പറയാതിരുന്നത്. എനിക്കറിയാം അത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതാ പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പൊ നിങ്ങളാ ചോദ്യം ചോദിച്ചിട്ടില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? പ്രാർത്ഥന, ഇസ്തിഗാസ. അത് പ്രാർത്ഥനകൾ വല്ലാണ്ട് ഒഴിവാക്കി നിങ്ങൾ ഇസ്തിഗാസ എടുത്തു. ഈ ഇസ്തിഗാസ ശിർക്കാകുന്നത് എപ്പോഴും മാനദണ്ഡം എന്താണോ നിങ്ങൾ ചോദിച്ചത്. എന്നിട്ട് ഉത്തരം കാര്യകാലത്തിന് അപ്പുറം ആണെങ്കിൽ തെളിവെന്ത് എന്നാ. അതുകൊണ്ട് ഞാൻ നമുക്ക് പോകാതെ തന്നെ അമീർ നമ്മളെ പരിചയം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ബാക്കി എല്ലാവരും പരിചയപ്പെടും വേണം, അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തിയിരുന്നു. ഞാൻ അതുകൊണ്ട് വലുതായിക്കോട്ടെ. ചിലർക്ക് അങ്ങനെ ബുദ്ധി ഉണ്ടാവും, എവിടെയും പോയി ചോദ്യം ചോദിച്ചിട്ടൊക്കെ ഒന്ന് വലുതായി കിട്ടുന്ന ബുദ്ധി ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, എല്ലാം നല്ല കാര്യം തന്നെ. അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം അതല്ല, ചോദിച്ചതിനാണ് കൃത്യമായി പറഞ്ഞത്. ഈ ലോക മുസ്ലിമീങ്ങൾ അഖിലവും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് പച്ച മലയാളത്തിലാണല്ലോ. ഇപ്പൊ ഇസ്തിഗാസ എന്നുള്ള വാക്ക് അറബിലാണ് ചോദിക്കാം. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം ആവശ്യപ്പെടുക എന്നാണ് നേരെ വാക്കർത്ഥം. സഹായം ആവശ്യപ്പെടുക. എന്നാൽ എല്ലാ സഹായം ആവശ്യപ്പെടലും അള്ളാഹുവോട് മാത്രമാണോ? ആണ് എന്ന് ലോകത്തൊരാളും പറയില്ല, പറഞ്ഞിട്ടില്ല. ഒരാളും പറയില്ല, ഉറപ്പാണ്. കാരണം 10 രൂപ വായ്പയോ സഹായം ചോദിക്കലാണ്, ഭാര്യയോട് കഞ്ഞി ചോദിക്കുന്നു സഹായം ചോദിക്കലാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞത്, ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും റഹ്മാനായ റബ്ബിനോട് മാത്രം നിർവഹിച്ച ഒരു സഹായാർത്ഥനയുണ്ട്, ഒരു ഇസ്തിഗാസയുണ്ട്. അതിനെയാണ് ദുആ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബിമാരും നിർവഹിച്ച ഒരു ദുആ ഇസ്തിഗാസ എന്ന പേരിൽ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. സൂറത്ത് അംഫാലിലാണ് ആ ആയത്ത്. ഇത് തസ്തഗീസൂന റബ്ബക്കും, പ്രവാചകരെ നിങ്ങൾ ബദർ യുദ്ധത്തിന്റെ വേളയിൽ റഹ്മാനായ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്യുന്ന ആ സന്ദർഭം, ആ ഇസ്തിഗാസ അത് റബ്ബിനോട് നിർവഹിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബിമാരും ബദർ യുദ്ധവേളയിൽ റഹ്മാനായ റബ്ബിനോട് നിർവഹിച്ച ഒരു ഇസ്തിഗാസയുണ്ട്. അതേതാ? അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർദ്. അല്ലാഹുവേ, ഈ കൊച്ചു സംഗമങ്ങൾ നശിച്ചാൽ പിന്നീട് ഭൂമിയിൽ നീ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല റബ്ബേ. അതിനാൽ വാഗ്ദാനം ചെയ്ത സഹായം നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ എന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും പ്രാർത്ഥനയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇസ്തിഗാസ എന്നാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ആ ഇസ്തിഗാസ ഏതാ? ഈ പറയപ്പെട്ട പ്രാർത്ഥന ഇസ്തിഗാസ അല്ലാഹുവിനോട് മാത്രം. ആ ഇസ്തിഗാസ അല്ലാഹുവിനോടേ പാടുള്ളൂ. അതാ ഞങ്ങൾ പറഞ്ഞത്. മുഹമ്മദ് നബിയും കൂടെയുള്ള ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളായി മാറിയ സ്വഹാബിമാരും ബദർ യുദ്ധത്തിന്റെ അന്നും തലേ ദിവസമൊക്കെയായി സുജൂദിൽ കിടന്നും അല്ലാതെയുമൊക്കെ കരഞ്ഞു റഹ്മാനായ റബ്ബിനോട് നിർവഹിച്ച ആ ഒരു ഇസ്തിഗാസ, ഇത് തസ്തഗീസൂന റബ്ബക്കും. ആ ഇസ്തിഗാസ അല്ലാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. അത് മുഹമ്മദ് നബിയോടും പറ്റൂല. പറ്റുമായിരുന്നുവെങ്കിൽ ബദറിലേക്ക് പോകുന്ന ബദരീങ്ങൾ അവരുടെ നേതാവായ മുഹമ്മദ് നബിയോട് ആ ഇസ്തിഗാസ ചെയ്യുമായിരുന്നു. ചെയ്തിട്ടില്ല. ബദരീങ്ങൾ രണ്ടാമത്തെ നേതാവ് സിദ്ദീഖുൽ അക്ബർ ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തോട് മറ്റു സഹാബിമാർ ആ ഇസ്തിഗാസ ചെയ്തിട്ടില്ല.
കാരണം ആ ഇസ്തിഗാസ ആരോടാ? ഇത് തസ്തഗീസുന റബ്ബക്കും, റബ്ബിനോട് നിർവഹിക്കേണ്ട ഇസ്തിഗാസയാണ്. എന്നാൽ അതേ പ്രവാചകരും അതേ സ്വഹാബിമാരും മറ്റ് പലരുടെയും പലതരം സഹായങ്ങൾ ബദറിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട്, പിരിവ് വാങ്ങിയിട്ടുണ്ട്, ആളുകൾ സംഭാവന സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ സഹായം ആവശ്യപ്പെട്ടതും സ്വീകരിച്ചും തന്നെയാണ്. അത് റബ്ബിനോട് നിർവഹിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. ആ സഹായാർത്ഥനയാണ് പരസ്പരമുള്ള സഹായാർത്ഥനകൾ. അതും വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചു. മൂസാ നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളും ഫിർഔന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളും പരസ്പരം ഏറ്റുമുട്ടുന്നു. ഫസ്തഗാസഹു അല്ലദീ മിൻ ശീഅതിഹി അലല്ലദീ മിൻ അദുവ്വിഹി. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫസ്തഗാസഹു അല്ലദീ മിൻ ശീഅതിഹി, അദ്ദേഹത്തിന്റെ കക്ഷിയിൽപ്പെട്ട ആള് അദ്ദേഹത്തോട് ഇസ്തിഗാസ ചെയ്തു. അലല്ലദീ മിൻ അദുവ്വിഹി, തന്റെ ശത്രുവിനെതിരായിട്ട്. രണ്ടാൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അപ്പോഴാ തന്റെ കുടുംബക്കാരനായ മൂസാ നബി നടന്നു പോകുന്നു. ദാ ഇയാൾ എന്നെ തോൽപ്പിക്കുകയാണ്, എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. ഫബകസഹു മൂസാ, മൂസാ നബി ചെന്നു ഒരു ഇടി കൊടുത്തു. ഫഖളാ അലൈഹി, അയാൾ മരിച്ചു വീഴുകയും ചെയ്തു. ആ ഇസ്തിഗാസ അല്ലാഹുവോട് പറ്റൂല. ആ ഇസ്തിഗാസ പരസ്പരം നിർവഹിക്കേണ്ടതാണ്. അവിടെ ഒരു പക്ഷേ ജാതിയും അതൊന്നും വ്യത്യാസമില്ല. അത് മുസ്ലിമിനോടുമാകാം അമുസ്ലിമിനോടുമാകാം ഏത് വ്യക്തിയോടുമാകാം. ഹറാമല്ലാത്ത വിഷയങ്ങളിൽ, ഹറാമല്ലാത്ത നിലകളിൽ, അത് അനുവദിക്കപ്പെട്ട വഴികളിൽ ആരോടുമാകാം. എന്നാൽ ഇത് തസ്തഗീസുന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം എന്ന ഇസ്തിഗാസ അത് റഹ്മാനായ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. അതാണ് പ്രാർത്ഥന ഇസ്തിഗാസ, അള്ളാഹിനോട് മാത്രം എന്ന് മുജാഹിദുകൾ പറഞ്ഞത്. അതിന് മലയാളത്തിൽ എന്ത് ന്യായം പറഞ്ഞാലും എന്ത് വിശദീകരണം കൊടുത്താലും പല പുസ്തകത്തിൽ പല വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പലർക്കും മനസ്സിലാവില്ല, പല രൂപത്തിലാണ്. അതുകൊണ്ട് അത് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത്രേ വാദമുള്ളൂ. അതല്ല ആ ഇസ്തിഗാസ അള്ളാഹിനോടെ പറ്റുള്ളൂ എന്നാണോ? എന്നാ പിന്നെ അമീറും മുജാഹിദായി, വേറെ തർക്കമൊന്നുമില്ല. ആ ഇസ്തിഗാസ, ആ പ്രാർത്ഥന അത് റബ്ബിനോടെ പറ്റുള്ളൂ, ഞങ്ങൾക്ക് തർക്കമില്ല എന്നാണെങ്കിൽ അതിന്റെ പേരാ മുജാഹിദ്, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പൊ ഇതേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവ്യക്തത ഉണ്ടാക്കേണ്ട കാര്യമില്ല. വേറെ ന്യായമായ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താണ് ഫൈസൽ മുസ്ലിയാരെ, നമ്മൾ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതാണോ ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം? ഇതിനെ കൃത്യമായിട്ട് പ്രാമാണികമായി തെളിയിക്കാമോ ചോദിച്ചിട്ടുള്ളൂ. അതിന് രണ്ടാളും അംഗീകരിക്കണ കുറേ തെളിവുകൾ ഉദ്ധരിച്ചിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള വിശദീകരണം നൽകിയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് പ്രാമാണികമായ പണ്ഡിതന്മാർ ഇതിനെ ഇങ്ങനെ ഒരു കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമുള്ളത് തൗഹീദിന്റെ പരിധിയിൽപ്പെടും, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് ഷിർക്കിന്റെ പരിധിയിൽപ്പെടും എന്നൊരു വിശദീകരണം ലോകത്ത് വന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ നടത്തിയിട്ടുണ്ടോ? പ്രാമാണികമായി തെളിയിക്കാമോ? ഇതേ ചോദിച്ചിട്ടുള്ളൂ. ഇത്ര വയലറേണ്ട ആവശ്യം. വയല് കുറച്ച് പറയാം. നമ്മൾ ഏതായാലും 10 പെർമിഷൻ എടുത്തല്ലേ, അപ്പൊ കുറച്ച് വയല് പറയേണ്ടി വരും. കാരണം ഉറങ്ങുന്നവന് ഉണരും, ഉറക്കം നടിക്കുന്ന ഉണരില്ല. അപ്പൊ ഓനെ വിളിക്കണ നേരം കൊണ്ട് ഉറങ്ങുന്നവനെ വിളിക്കാനാണ് ഞങ്ങൾ നോക്കല്. അതുകൊണ്ടാണ്. അപ്പൊ ആ വയത് നല്ലതാ. അതിന് കേൾക്കുമ്പോൾ ഇടങ്ങാറുണ്ടെങ്കിൽ നിവൃത്തില്ല, അത് അസുഖം വേറെ. അപ്പൊ ഏതായിരുന്നാലും രണ്ട് കൂട്ടരും അംഗീകരിക്കുന്ന കുറെ വിഷയം പറഞ്ഞു എന്നാ. അൽഹംദുലില്ലാഹ് ഖൈറ്. അപ്പൊ ഈ പറഞ്ഞ പ്രാർത്ഥന, ഈ പറഞ്ഞ ഇസ്തിഗാസ അത് അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തതൊക്കെ പോയാൽ ശിർക്കാണ് എന്ന് അമ്മ അംഗീകരിക്കുന്നുണ്ടോ? അത് ആദ്യം പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബുക്ക് നമ്മൾ എന്ത് ചെയ്യും? ഹാഷിം നഈമി എന്ന് പറയുന്ന സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ, സുന്നി ആദർശ രംഗത്ത് പല രചനകൾ നിർവഹിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹം എഴുതാ എന്ത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്, വേറെ ഇബ്ലീസും അല്ല, സാക്ഷാൽ ഇബ്ലീസ്. അപ്പൊ സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി. ഞങ്ങൾ പറയണത് ഇതാണ് ഇബ്ലീസിന്റെ പ്രമേയം എന്നാണ്. ഇപ്പൊ അമീർ മുസ്ലിയാർ പറഞ്ഞാ രണ്ടുകൂട്ടം തർക്കമില്ലാത്ത കുറെ പറഞ്ഞതാ. തർക്കണ്ട് മുസ്ലിയാരെ, അല്ല ഇത് ഇബ്ലീസിന്റെ ആണോ? നിങ്ങൾ പറഞ്ഞോളി. ഈ എഴുതിയ മുസ്ലിയാരിത് ഈ ആശയം ഇബ്ലീസിന്റെ ആശയം തന്നെയാണ്. കാര്യകാരണം എന്നൊക്കെ തെളിയിച്ചാ നിങ്ങൾ വന്നീനൊരു കാര്യകാരണം വന്നിട്ടുണ്ട്, അത് തെളിഞ്ഞാൽ മറ്റൊരു ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട്
ഈ മുസ്ലിയാർ എഴുതിയത് ഇബ്ലീസിന്റെ ആശയാണോ? നിങ്ങൾ തുറന്ന് പറഞ്ഞോളി. അൽഹംദുലില്ലാഹ്, ഖൈർ അത്ര നമുക്ക് ആവശ്യമുള്ളൂ. ദാൽഹുദ്ദീനെ പുറത്താക്കോ നോക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ പച്ചയായി എഴുതിയിരിക്കുക എന്ത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. അപ്പൊ ഇബ്ലീസിന്റെ വാദം എന്താ? അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാം. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള അമ്പിയാക്കളെ വാദം എന്താ? അള്ളാഹുവോടും പ്രാർത്ഥിക്കാം, അല്ലാത്തവരും പ്രാർത്ഥിക്കാം. ഞങ്ങൾ പറഞ്ഞു ഇതാണ് ഇബ്ലീസിന്റെ വാദം. ഇയാൾ എഴുതിയതാണ് ഇബ്ലീസിന്റെ വാദം. യഥാർത്ഥത്തില് അമ്പിയാക്കളുടെ വാദമാണ് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല നബിയോട് ആവശ്യപ്പെടുന്നു, ഇന്നമാ അദ്ഉ റബ്ബി, പ്രവാചകൻ താങ്കൾ പറയണം, താങ്കൾ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, തീർച്ചയായും ഞാൻ ദുആ ചെയ്യുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്. ഞാൻ ദുആ ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, സൂറത്തുൽ ജിന്നിൽ തന്നെ അന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിന്റേതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അതിനാൽ അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഈ ആയത്തൊക്കെ ഇബ്ലീസിന്റെ ആയത്താ? ഈ ആയത്തൊക്കെ ഇബ്ലീസിന്റെ ആയത്താ? അതോ ആയത്തിന് അർത്ഥം അങ്ങനെ അല്ലേ? ഞാൻ അത് പറയണം. തീർച്ചയായും പള്ളികൾ അല്ലാഹുവിന്റേതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അതിനാൽ അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും ദുആ ചെയ്യരുത്, ഒരാളും പ്രാർത്ഥിക്കരുത്. അപ്പൊ മുജാഹിദീങ്ങൾ പറഞ്ഞു പള്ളിക്കൽ വെച്ച് കുത്തുബിയത്ത് പാടില്ല, പള്ളിയിൽ വെച്ച് മങ്ങൂസ് മൗലിദ് പാടില്ല, ശറഫ് അനാമ പാടില്ല, ആ വക ഏർപ്പാടുകളൊന്നും പള്ളിയിൽ പാടില്ല, പുറത്തും പാടില്ല. കാരണം പള്ളി അള്ളാഹുവിൻ്റെത്, അള്ളാഹുവോട് മാത്രമേ ദുആ ചെയ്യാവൂ. ഇത് പാടില്ല എന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞപ്പോൾ എന്താക്കിയത്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാക്കി മാറ്റി. അപ്പൊ ഇതിൽ തർക്കമുണ്ട്, ഇതിൽ തന്നെയാണ് തർക്കം, ഇതിൽ തന്നെയാണ് തർക്കം. ഒരു കൂട്ടർ എഴുതുന്നു അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ ആശയം. അതല്ല, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം തർക്കമില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നമുള്ളത് ഈ മുഖാമുഖത്തിന്? വേണ്ട, സുന്യാൾ എവിടെയെങ്കിലും ഇക്കാലം വരെ ഏതെങ്കിലും വഴുതിനോ മുഖാമുഖത്തിനോ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടോ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം? എവിടെയെങ്കിലും കാണിക്കും? ഒരൊറ്റ CD, 10,000-കണക്കായ CD സുന്നിയിൽ AP അടക്കം ഒരുപാട് മൂല്യമായിട്ടുണ്ട്. ഏതെങ്കിലും മുസ്ലിയാർ ഒരു CD പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ഒരു CD കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ലേഖനം എവിടെയും കാണിച്ചു തരാൻ പറ്റുമോ? എവിടെങ്കിലും ഒരു വഅദിന് ഒരു നോട്ടീസിന് വിഷയം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എഴുതി കാണിച്ചു തരാൻ പറ്റുമോ? ആ വിഷയം കണ്ട അപ്പം മനസ്സിലാക്കുക അത് വഹാബികളുടെ വഅദാണ്. അപ്പൊ അതിൽ തന്നെയാണ് തർക്കമുള്ളത് എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. മാത്രമല്ല, ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഇത് ഇല്ലാന്ന് പറയുന്നുവെങ്കിൽ, ഇത് അവസാനിപ്പിക്കുന്നുവെങ്കിൽ, ഇത് ശരിയല്ല, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാം, രണ്ടാമത്തെ വഴിയിലേക്ക് ആലോചിക്കാം. മാത്രവുമല്ല, ഈ ഇരിക്കുന്ന മുസ്ലിയാരുടെ തന്നെ നേതാക്കന്മാരായി കൊണ്ടെടുക്കുന്ന ആളുകളുമായി കഴിഞ്ഞ ആഗസ്റ്റ് 20-ാം തീയതി മംഗലാപുരത്ത് വെച്ച് ഞങ്ങൾ വാദപ്രചാരണം നടത്തി. ഇരിക്കുന്ന താജുദ്ദീൻ സ്വലാഹിയും ഞാനും ഒക്കെ അതിൽ പങ്കെടുത്തവരാണ്. അന്ന് വാദപ്രചാരണം നടത്തിയപ്പോ അവിടെ നിങ്ങൾ ഉസ്താദുമാരായി നിങ്ങൾ പരിചയപ്പെടുത്തുന്ന MT ദാരിമിയോട് ഈ ഉള്ളവൻ ചോദിച്ചൊരു ചോദ്യം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നത് മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാൽ എന്താ അതിന്റെ വിധി? ശിർക്കാവോന്ന. എന്താ ഉത്തരം? നിങ്ങളൊന്ന് കേൾക്കാ ഉത്തരം. ഇന്ന് ആലോചിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ വഴത് വെറുതെയാണോ, തർക്കണ്ടോ തർക്കല്ലേ? ഈ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കി, അപ്പൊ മനസ്സിലാവും എന്താണ് അവർ കൊണ്ടുകൊടുക്കുന്ന വിശ്വാസം. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖ് ഖാരിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാരിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല, മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. കണ്ടോ, ആവർത്തിച്ച് പറഞ്ഞു. ഒരു അബദ്ധം പോലുമല്ല, ഒരു അബദ്ധം പോലുമല്ല. എന്താ ചോദിച്ചത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ഇത് മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാൽ എന്താ വിധീന? കേട്ടല്ലോ, നിങ്ങൾ ഒന്നും വിട്ടുകൊടുക്കി
കേട്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കി, എന്നിട്ട് ആലോചിക്ക് തർക്കം എവിടെ എന്നുള്ളത്. എന്താണ് ഫാത്തിഹ സൂറത്തുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം, മുഹ്യിദ്ദീൻ ശൈഖ് ഖാരിഖല്ല, ഒരു മുഹ്യിദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാരിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല, മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. കണ്ടോ, ശിർക്കല്ല ആവർത്തിച്ച് വ്യക്താക്കി. സാധാരണക്കാർ ചിന്തിക്ക് ഇത് അംഗീകരിക്കാൻ ഏത് സുന്നിക്കാ കഴിയാം? മോലേമാർ അംഗീകരിക്കാൻ എന്താ? ഓയ്ക്കത് അംഗീകരിക്കാൻ ഞാൻ സംഗതി പൂട്ടിച്ച് പോകേണ്ടി വരും. നാടന്മാരാലോചിക്ക്, ഇപ്പൊ പള്ളിയിൽ പോയി വിശ്വാസിച്ചപ്പോ പോലും 4 റക്അത്തിൽ പറഞ്ഞല്ലോ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലിൻ ആമീൻ. ഇത് മുഹ്യിദ്ദീൻ ശൈഖോട് പറഞ്ഞ ശിർക്കല്ലാന്നാ. ഇത് സ്ഥാപിക്കാനാ ഈ കാര്യകാര ബന്ധവും അതിനപ്പുറം നിർവചനവും എല്ലാത്തും നമുക്ക് അടിച്ചു തൂങ്ങിയിട്ട് ആളുകൾക്ക് എങ്ങനെ ഇത് ക്ലിയർ ആവാതെ പോകണം. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ കാര്യകാര ബന്ധം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, വിശ്വാസത്തിലും പറഞ്ഞിട്ടില്ല, എന്റെ സംസാരത്തിലും പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല, അവിട്ട് പറയാൻ പോകണില്ല. നേരെ മറിച്ച് ഈ ഒരു തേട്ടം ഇപ്പൊ എം ടി പറഞ്ഞല്ലോ, ഈ ഒരു തേട്ടം നിങ്ങൾ എന്തു ന്യായം പറഞ്ഞാലും, ഞാൻ അതിന് നിങ്ങൾ എന്തു ന്യായം എന്തർത്ഥം വെച്ചാലും ഈ നാട്ടിലെ സാധാരണക്കാര് ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുമ്പോ ഒന്ന് ആത്മാർത്ഥമായ ആലോചിക്ക്, റബ്ബേ ഈ മൂലമാരെ വേക്കിലാണോ നമ്മൾ കൂടുന്നത്? ഇവരെയാണോ ഉസ്താദന്മാരായി കാണുന്നത്? ഇവരെയാണോ കാലി ഖതീബായി കൊണ്ടെടുക്കുന്നത് എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചാൽ മതി. ഇയാളിത് പറഞ്ഞിട്ട് സമസ്തയിലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞോ ഇത് ശരിയല്ലാന്ന്? ഏതെങ്കിലും പണ്ഡിതൻ എവിടെങ്കിലും ഇത് ശരിയല്ല എന്ന് പറഞ്ഞോ? ഇത് ശരിയായില്ല എന്ന് സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുത്തതും മുജാഹിദീങ്ങൾ തന്നെയാണ്. ഈ ക്ലിപ്പ് ഇപ്പോഴല്ലേ നിങ്ങൾ കേട്ടത്? നീ എം ടി പറഞ്ഞോ കഴിഞ്ഞ ശേഷം ഈ അബദ്ധം പറ്റിയതായിരുന്നു, അത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ദീനിയായിട്ടുള്ള വിഷയത്തിൽ അതല്ലേ വേണ്ടത്? മറ്റു പണ്ഡിതന്മാര് പറഞ്ഞു അയാൾ ആ പറഞ്ഞത് ശരിയല്ല, അത് കുറച്ച് അധികമായി പോയി, അദ്ദേഹം തൗബ ചെയ്യണം എന്ന് ഒപ്പുള്ള ഉസ്താദന്മാര് പറഞ്ഞു. അപ്പൊ അവിടെ തന്നെയാണ് തർക്കം. അതുകൊണ്ട് ഈ വക പ്രാർത്ഥനകളും ഇസ്തിഗാസകളും ഇവിടെ മാലപ്പാട്ടിലൂടെ, മൗലീദിലൂടെ, റാത്തീബിലൂടെ, കുതുബിയത്തിലൂടെ, ജാറങ്ങളിലൂടെ എല്ലാമായി റബ്ബല്ലാത്തവരിലേക്ക് പോകുന്നുണ്ട്. അത് റബ്ബിൽ പങ്കു ചേർക്കലാണ്, അത് ശിർക്കാണ്, ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് എന്നാണ് പ്രമാണം അടിസ്ഥാനമാക്കി മുജാഹിദീങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്താ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഇതുവരെ ചോദിച്ച ഒരു പ്രാമാണികമായിട്ട് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ഇതുവരെ എന്തെങ്കിലും തെളിവ് പറഞ്ഞോ? പ്രാമാണികമായ പണ്ഡിതന്മാർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതാണ് എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് ചോദിച്ചിട്ട് കുറേ വഴല് പറഞ്ഞു എന്നല്ലാതെ എന്തെങ്കിലും ഒരു ഇബാറത്ത് ഉദ്ധരിച്ചിട്ട് മറുപടി പറഞ്ഞോ? എന്ത് വിഷയാവതരണ, എന്ത് മറുപടിയാണ് പറഞ്ഞത്? കുറേ ആയത്തും ഹദീസും ഉദ്ധരിച്ചിട്ട് ഇതുമായി ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ വിസ്തരിച്ചു. അതുകൊണ്ട് എന്ത് കാര്യം? ശരി, ആ മറുപടി പറഞ്ഞിട്ടില്ല, കുറെ ആയത്ത് ഹദീസ് ഉദ്ധരിച്ചു. ഈ ആയത്ത് ഹദീസ് ഒന്നും തെളിവല്ലേ? അത് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏതായത്തും ബന്ധം. ഇനി ഒറ്റ കാര്യം, നിങ്ങൾക്ക് ആ കാര്യകാലം ബന്ധം അങ്ങനെ തന്നെ ഒരു ആയത്തിന് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ തന്നെ ആയത്ത കിട്ടിയാൽ പോലെ. ഈ പറഞ്ഞ രണ്ടും നിങ്ങളെ ഇപ്പോഴെന്ന് പറഞ്ഞാണ് ഈ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന വിഷയവും അതേപോലെ കുതുബിയത്തിൽ പറഞ്ഞ മൊഹീദ്ദീൻ ശൈഖാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അത് അമീർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലാണ്ട് പറയും. ബാക്കി ഞാൻ അപ്പൊ പറഞ്ഞുതരാം. ചോദ്യം ഇങ്ങോട്ടാണ്. ചോദ്യം അങ്ങനെ ഉത്തരം പറയണതിന് അവിടെ കേറിക്കണം താല്പര്യമുണ്ട്. അവിടുന്ന് പറഞ്ഞാൽ മതി. ഇല്ല, ഇങ്ങോട്ട് കേറാനാവുമ്പോ കാരണം എന്താ വെച്ചാല് ഉത്തരം പറയുമ്പോ എല്ലാവരും കണ്ടു പറയണം. ഇങ്ങോട്ട് കേറാനാവുമ്പോ കേറാം, ഇപ്പൊ ആയിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ചോദിച്ച ഒരു ഇത് ശിർക്കാണോ അല്ലേ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നത് മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാൽ ഖാലിഖല്ല, സൃഷ്ടാവല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നൊരു മുസ്ലിം തേടിയാൽ ശിർക്കല്ല എന്ന് എം ടി പറഞ്ഞു. അത് ശിർക്കാണോ? ശിർക്ക് നിങ്ങളെ വിശ്വാസം എന്താ? കുറച്ചേരം വിശദീകരിക്കണം. ഇല്ല, നിങ്ങളെ വിശ്വാസം പറഞ്ഞാൽ മതി. ശിർക്കാണോ ശിർക്കല്ലേ? ഇത് പറഞ്ഞിട്ട് ശിർക്കാണോ ശിർക്കല്ലേ പറഞ്ഞിട്ട് വിശദീകരിക്കും. വിഷയത്തിലുള്ള നിലപാട് തഫ്സീലാണ്. അതന്നെ പറഞ്ഞു. എന്താ പ്രയാസം? ഇവിടെയാണ് മുസ്ലിയാരെ വേണ്ട ഇനി ആവശ്യമില്ല. അപ്പൊ യഥാർത്ഥത്തില് നാടന്മാർ ചോദിക്കും, നാടന്മാർ ഒറ്റടിക്ക് പറയും ശിർക്കാന്ന് പറയും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലിൻ ആമീൻ എന്ന് മൊയ്തീൻ ശൈഖോട് തേടിയാൽ ശിർക്കാണോ? ഈ നാടന്മാർക്ക് ഒരു സംശയവുമില്ല. ഒരൊറ്റടിക്ക് എല്ലാവരും പറയും എന്താ സംശയം? ശിർക്ക് തന്നെ.
മൂലർക്ക് പറയാൻ ധൈര്യമില്ല ശിർക്ക് എന്ന്. അത് വിശദീകരിക്കണം എന്നാ, അത് വിശദീകരിക്കണം. അവിടെ തന്നെയാണ് പഴിച്ചത്, അവിടെ തന്നെ പഴിച്ചത്. അവിടെ ഒരു വിശദീകരണവും ആവശ്യമില്ല. ലോക മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും 5 വക്ത നിസ്കാരത്തിൽ ഇത്ര പച്ചയായി എല്ലാ ദിവസവും 17 വട്ടം ആവർത്തിച്ച് അള്ളാഹുവോട് പറയുന്ന ഒരു കാര്യം, അത് ശൈഖിനോട് പറഞ്ഞാൽ ശിർക്കാണ്, അത് വിശദീകരിക്കണം എന്നാ. അവിടെ തന്നെയാണ് മൂല നിങ്ങൾക്ക് പഴിച്ചത്. നിങ്ങൾ വിശദീകരണം ആവശ്യമില്ല. ആയിക്കോട്ടെ, ഖാലിക്കാലും വേണ്ടില്ല, റാസിക്കാലും വേണ്ടില്ല. മൈക്ക് പറയും ഖാലിഖാണ് എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ശിർക്കല്ല. നമ്മൾ ചോദിച്ച ചോദ്യം അതിനിതുവരെ പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ ചോദ്യമാണ്. എത്ര നേരായി നേരം നമുക്ക് ആവശ്യമുണ്ട്, നിങ്ങളെ പോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടല്ലേ മറ്റു വേഗം പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ പോകൂലേ. അപ്പൊ നിങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ, അതുകൊണ്ട് അതൊക്കെ നിർത്തുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ മൂപ്പനും പറഞ്ഞെന്താ, ഖാലിഖാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ ശിർക്കല്ല, സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കാൻ മതി. മൊഹീദ്ദീൻ ഷെയ്ഖ് സൃഷ്ടാവല്ല, ഖാലിഖല്ല, ആകാശഭൂമികൾ പടച്ചവരല്ല എന്നാ പിന്നെ ശിർക്കല്ല. ഇവിടെയാണ് കൂട്ടരെ പഴിച്ചത്. അങ്ങനെയാണ് ഇനിയിപ്പോ മൊഹീദ്ദീൻ ഷെയ്ഖ് മാത്രമല്ലല്ലോ. ഞാൻ അമീർ ഒരിക്കൽ നേക്കുന്നതിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഈ മാനദണ്ഡത്തിലാണെങ്കിൽ ശിർക്കാവോ? അപ്പോൾ അമീർ പറഞ്ഞാൽ അതും ശിർക്കാവൂല എന്ന് തന്നെയാണ്. ഇവിടുന്ന് പറയാൻ എനിക്കറിയില്ല. ഗുരുവായൂരപ്പ രക്ഷിക്കണം, ഗുരുവായൂരപ്പ ഖാലിഖല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ശിർക്കാവോ? ശിർക്കാവൂല എന്നാണ് മൂപ്പര് അന്ന് പറഞ്ഞത്. ഇനി ലാത്ത ഉസ്സ മനാത്ത, ലാത്തയെ കാക്കണേ, ഉസ്സയെ സഹായിക്കണേ, മനാത്തയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ ഖാലിഖല്ല, ആകാശഭൂമിയുടെ സൃഷ്ടാവൊന്നല്ല, ഖാലിഖൊന്നല്ല എന്നൊരാൾ വിശ്വസിക്കുന്നു. ലാത്ത ഖാലിഖല്ല, ഉസ്സ ഖാലിഖല്ല, മനാത്ത ഖാലിഖല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാള് ലാത്തയെ കാക്കണേ, ഉസ്സയെ സഹായിക്കണേ, മനാത്തയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ ശിർക്കിന്റെ പ്രശ്നമില്ല, ശിർക്കിന്റെ പ്രശ്നമില്ല. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് കാര്യകാരണ ബന്ധം പറഞ്ഞത്. ഇവിടേക്ക് എത്താൻ വേണ്ടിയാ ഞാൻ തന്നെ കൊണ്ടുവന്നത്. ഇനി കാര്യകാരണ ബന്ധം പറഞ്ഞില്ല. യഥാർത്ഥത്തില് ഇതാണ് നിങ്ങളെ വിശ്വാസമെങ്കിൽ, ഇതാണ് വിശ്വാസമെങ്കിൽ റബ്ബല്ലാത്തവരിലേക്ക് ഒരു തേട്ടം പോകുമ്പോൾ അത് ശിർക്കാകണമെങ്കിൽ ആ പ്രാർത്ഥിക്കപ്പെടുന്ന അല്ലെങ്കിൽ തേടപ്പെടുന്ന വിളിക്കപ്പെടുന്ന ആ ശക്തി ലോകത്തിന്റെ സ്രഷ്ടാവാണ്, ഖാലിഖാണ് എന്ന് വിശ്വസിച്ചെങ്കിലേ ശിർക്കാകൂ, ഇല്ലെങ്കിൽ ശിർക്കാകൂല. ഖാലിഖാണ് വിശ്വാസം അല്ലെങ്കിൽ ശിർക്കാകൂല എന്നാണ് വാദമെങ്കിൽ യഥാർത്ഥത്തിൽ അബൂജഹൽ അടക്കം ശിർക്ക് ചെയ്തിട്ടില്ല, മുസ്ലിക്കല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം അബൂജഹൽ ലാത്തയോട് തേടിയിട്ടുണ്ട്, അബൂജഹൽ ഉസ്സയോട് തേടിയിട്ടുണ്ട്, അബൂജഹൽ മനാത്തയോട് തേടിയിട്ടുണ്ട്. ആ ലാത്തയാണ് ആകാശം പഠിച്ചത്, ലാത്തയാണ് ഖാലിഖ് എന്ന് അബൂജഹൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താ, അബൂജഹൽ ലാത്തനെ കണ്ടോനാണ്. ലാത്ത മരിക്കുമ്പോൾ ഒരു പക്ഷേ മയ്യത്ത് മറയാന് അബൂജഹൽ ഒപ്പം കൂടിയിട്ടുണ്ടാവാം. അബൂജഹൽ ജീവിച്ചിരിക്കുന്ന കാലത്താ ലാത്ത ഉസ്സയൊക്കെ മരിക്കണത്. അവരെ കണ്ടു വളർന്നവരവരൊക്കെ. ഹജ്ജിന് പോണ മനുഷ്യന്മാർക്ക് തരിക്കഞ്ഞി കൊടുക്കാൻ, പായസം കൊടുക്കാൻ വഴിയിൽ പ്രത്യേകമായ സീറ്റുണ്ടാക്കി അവിടെ ഇരുന്ന് ഫ്രീ ആയിട്ട് പായസം കൊടുത്തിരുന്ന ആളാണ് ലാത്ത. ഇബ്നു അബ്ബാസ് പറഞ്ഞു, കാനല്ലാത്ത റജുലൻ സ്വാലിഹ, ലാത്ത സ്വാലിഹായ മനുഷ്യനായിരുന്നു, ലാത്ത സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അപ്പൊ ആ ലാത്ത സ്വാലിഹായ മനുഷ്യനാണ് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു. ഓ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോ ലാത്തനോടും തേടാം എന്ന് അമീറിന് പറയേണ്ടി വരും. അപ്പൊ അടുത്ത കുതുബിയത്ത് ലാത്തന്റെ പേരിലായിരിക്കും, അടുത്തൊരു മൗലിദ് ഉസ്സന്റെ പേരിലായിരിക്കും. ഇവിടെയാണ് പിഴച്ചത്. ഈ വേർതിരിവ് പഠിപ്പിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം കാര്യകാലം നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ പറഞ്ഞത്. അത് വെറുതെ പറഞ്ഞതല്ല, അത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതിനാണ് നേരത്തെ ഓതിയ 2 ആയത്ത്. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് നിർവഹിച്ച ഇസ്തിഗാസ, മറ്റൊന്ന് മുഹമ്മദ് നബിയും സഹാബിമാരും റഹ്മാനായ റബ്ബിനോട് നിർവഹിച്ച ഇസ്തിഗാസ. ഒന്നാമത്തെ ഇസ്തിഗാസ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, രണ്ടാമത്തെ ഇസ്തിഗാസ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട്. ഒക്കെ പറഞ്ഞത് അല്ലാഹ് പറഞ്ഞതല്ലേ. റഹ്മാനായ ബേജാറൊന്നും പറഞ്ഞിരുന്നോളി. റഹ്മാനായ റബ്ബ് പറഞ്ഞത്, ഒന്ന് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ കക്ഷിയിൽപ്പെട്ടവൻ പറഞ്ഞു, അതാണ് ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന്റെ സംഘത്തിൽപ്പെട്ടവൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ എന്ത് ചെയ്തു? ഇസ്തിഗാസ ചെയ്തു, സഹായം ആവശ്യപ്പെട്ടു. അതെന്താ സഹായം? അലല്ലദീ മിൻ അദുവിഹി, തന്റെ ശത്രുവിനെതിരെ. ഫിർഔന്റെ കുടുംബക്കാരനായ ഒരാളും മൂസാ നബിയുടെ കുടുംബക്കാരനായ ഒരാളും
ഖിബ്തി കുടുംബത്തിൽപ്പെട്ട ഒരാളും ഇസ്രായേൽ സന്തതിയിൽപ്പെട്ട ഒരാളും രണ്ടാളുകൾ തമ്മിൽ ശണ്ഠ കൂടുന്നു, ഏറ്റുമുട്ടുന്നു. അപ്പോഴാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ കടന്നു പോകുന്നത്. മൂസാ നബി ആരോഗ്യമുള്ളവനാണ്. ആ മൂസാ നബിയെ കണ്ടപ്പോൾ കുടുംബക്കാരൻ വിളിച്ചു പറയാ, ഇതാ എന്റെ ശത്രു എന്നെ ആക്രമിക്കുകയാണ്, എന്നെ സഹായിക്കണേ. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുന്നു, ഇടപെടുന്നു. എങ്ങനെ ഇടപെട്ടു? കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ടു. ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു ഫവകസഹു മൂസ. അതാണ് കാര്യകാരണ ബന്ധം. ഫവകസഹു മൂസ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ ശത്രുവിനെ ഇടിച്ചു. അതാണ് കാര്യകാരണ ബന്ധം. ഫഖല അലൈഹി, ആ ഇടിയുടെ ആഘാതത്താൽ അയാൾ മരിച്ചു വീണു. അതാണ് കാര്യകാരണ ബന്ധം. എന്നാൽ രണ്ടാമതൊരു ഇസ്തിഗാസ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ഇസ്തിഗാസ, അത് റഹ്മാനായ റബ്ബിനോട് മുഹമ്മദ് നബിയും സഹാബത്തും നിർവഹിച്ചത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. എപ്പോൾ? ബദറിന്റെ തലേ ദിവസവും ബദറിന്റെ അന്നുമൊക്കെ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞ കണ്ണോടുകൂടി അല്ലാഹുവിനോട് തേടി, റഹ്മാനായ റബ്ബേ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹം ഇല്ലാതാകും ഇവിടെ ഈ കൊച്ചു സംഘം നശിപ്പിക്കപ്പെട്ടാൽ. അതിനാൽ വാഗ്ദാനം ചെയ്ത സഹായം നീ ഞങ്ങൾക്ക് നൽകണേ. ഈ തേട്ടത്തിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ഫസ്തജാബ ലക്കും, അപ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. എന്താ ഉത്തരം? അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കാം 1000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് എന്ന് റഹ്മാൻ ഉത്തരവും നൽകി. ഇതാണ് രണ്ടാമത്തെ ഇസ്തിഗാസ. റഹ്മാനായ റബ്ബിനോട് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമല്ല, തേട്ടമല്ല ഒരിക്കലും നടത്തേണ്ടത്, നടത്താവുന്നതും അതല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ 2 തരം ഇസ്തിഗാസകളെ പറഞ്ഞു. ഒന്ന്, ഖിബ്തിയായ ആൾക്കെതിരെ ഇസ്രായേലിൽപ്പെട്ട ഒരാള് മൂസാ നബിയോട് നിർവഹിച്ച ഇസ്തിഗാസ. രണ്ടാമത് മുഹമ്മദ് നബിയും സഹാബത്തും ബദർ യുദ്ധ വേളയിൽ റഹ്മാനായ റബ്ബിനോട് നിർവഹിച്ച ഇസ്തിഗാസ. മുജാഹിദീനൊക്കെ പറയാനുള്ളത്, റഹ്മാനായ റബ്ബിനോട് നബിയും സഹാബത്തും നിർവഹിച്ച ഈ ഒരു ഇസ്തിഗാസ അത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. മൂസാ നബിയോട് തന്റെ കുടുംബക്കാർ നിർവഹിച്ച ഇസ്തിഗാസ അത് നമുക്ക്, എനിക്ക് താങ്കളോടുമാകാം, താങ്കൾക്ക് എന്നോടുമാകാം. അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വ്യത്യാസം പോലുമില്ല, ജാതി മത വ്യത്യാസമില്ല. അത് ഏതു മനുഷ്യരോടും ആ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അനുവദനീയമായ വഴിയിൽ, ഹറാമായ വഴിക്കാണെങ്കിൽ പറ്റൂല. കക്കാൻ പോകാൻ സഹായം ചോദിക്കാൻ പറ്റോ? പറ്റൂല. വ്യഭിചരിക്കാൻ പോകാൻ സഹായം ചോദിക്കാൻ പറ്റോ? പറ്റൂല. ശിർക്കായതുകൊണ്ടല്ല, അത് ഹറാമായ കാര്യത്തിലാകുമ്പോൾ അത് ഹറാമായി മാറും. അനുവദിക്കപ്പെട്ട വഴികളിൽ പരസ്പരമുള്ള സഹായ ചോദ്യങ്ങൾ അതെല്ലാം ആകാം. എന്നാൽ റബ്ബിനോടുള്ളതോ ഇത് തസ്തഗീസൂന റബ്ബക്കും, റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഇസ്തിഗാസ അത് റഹ്മാന റബ്ബിനോട് മാത്രം. അതാണ് ദുആ, അതാണ് പ്രാർത്ഥന, അത് ഇബാദത്താണ്. അത് റബ്ബിലേക്ക് പോകുമ്പോൾ റബ്ബിനുള്ള ഇബാദത്തായി, അത് ശൈഖിലേക്ക് പോയാൽ ശൈഖിനുള്ള ഇബാദത്തായി, അത് അമ്മയോടായാൽ അമ്മക്കുള്ള ഇബാദത്തായി, അത് ബാബയോടായാൽ ബാബക്കുള്ള ഇബാദത്തായി, അത് ബീവിയോടായാൽ ബീവിക്കുള്ള ഇബാദത്തായി, അത് ദർഗയിൽ ചെന്നിട്ടായാൽ അവിടേക്കുള്ള ഇബാദത്തായി, അത് കല്ലിനോടോ മരങ്ങളോടോ ആയാൽ അതിനുള്ള ഇബാദത്തായി, അത് സൂര്യചന്ദ്രന്മാരോടാണെങ്കിൽ അതിനുള്ള ഇബാദത്തായി മാറി, അത് റബ്ബിനോടാണെങ്കിൽ റബ്ബിനുള്ള ഇബാദത്തായി മാറി. ഇതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന തേട്ടം. അത് ഇബാദത്തായ ദുആയാണ്, അത് ഇസ്തിഗാസയാണ്, അത് ആരാധനയാണ്, അത് റബ്ബിനോട് മാത്രമാവേണ്ടതാണ്. ഈ കൂടിയ മുസ്ലിമീങ്ങൾ മുഴുവനും ഈ കാലമത്രയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തേടിയത് റബ്ബിനോട് മാത്രമാണ്. ഇപ്പൊ ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞു അത് മൊയ്തീൻ ശൈഖ് തേടിയാലും ശിർക്കല്ല. ഇപ്പൊ നിങ്ങളും അത് അംഗീകരിച്ചു, ഖാലിഖാണ് വിശ്വാസല്ലേ എന്നാ ശിർക്കല്ല എന്ന് താങ്കളും പറഞ്ഞു. അവിടെയാണ് അബദ്ധം പറ്റിയത്. അപ്പൊ ഇനിയിപ്പോ തൽക്കാലം ചോദിച്ച് അധികം സമയം കാണുന്നില്ല, ഇനി തൗബ ചെയ്യാൻ നോക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് കൂടി ഒരു അനിയൻ എന്ന നിലയ്ക്ക് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 2 തരം ഇസ്തിഗാസയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഒന്ന്, അല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഒരു ഇസ്തിഗാസ. രണ്ടാമത്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു ഖിബ്തി നടത്തിയ ഇസ്തിഗാസ. ഇത് രണ്ടിനെയും വിഭജിക്കുന്ന ഘടകം കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം എന്നൊരു വിശദീകരണം നൽകുകയുണ്ടായി. ഇത് ഏത് മുഫസ്സിർ പറഞ്ഞു, ഏത് അംഗീകരിക്കപ്പെടുന്ന, ഏത് ഖുർആനിൽ വിശദീകരിച്ച ഏത് പണ്ഡിതൻ ഈ വിശദീകരണം നൽകി? ഫൈസൽ മുസ്ലിയാർ അല്ലാത്ത മറ്റാരെങ്കിലും ഈ വിശദീകരണം നൽകിയിട്ടുണ്ടോ? വളരെ വ്യക്തമായി റഹ്മാനായ റബ്ബ് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇത്ര വലിയ ശിർക്ക് ഈ വക മൂലമല കൊണ്ടുവന്നിട്ടും അല്ലാഹുവിന്റെ റഹ്മത്തോണ്ട് മാത്രം നമ്മൾ നിരക്കണത്. പഠിച്ചോ വല്യോനാ, നിങ്ങൾ സംശയിക്കണ്ട. തക്ബീർ എപ്പോഴും ചൊല്ലിക്കോളി, വളരെ നല്ലതാണ്. കാരണം പച്ചയായിട്ട് ഇപ്പൊ പള്ളിക്ക് നിസ്കരിച്ചിറങ്ങിയപ്പോ എന്താ വരുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇവിടെ എന്നിട്ട് പറയാ അത് ശൈഖിനോടായ ശിർക്കല്ല.
റഹ്മാനായ റബ്ബ് വല്യോനല്ലെങ്കിൽ നമ്മുടെ മേലെ ആകാശത്തിനുള്ള ശിക്ഷ ഇറങ്ങും കൂട്ടരെ. അത്ര ഗൗരവമുള്ള വിഷയമൊക്കെ. ഇതൊന്നൊരു നിസ്സാര വിഷയമല്ല. ഇത് അത്ര ഗൗരവമുള്ള റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ നേരെ ഇറങ്ങാൻ മാത്രം പര്യാപ്തമായ സംഗതിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആന്റെ ആയത്തോതിട്ട ഇവിടെ ശിർക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഇസ്തിഗാസയും അല്ലാഹു നടത്തിയ ഇസ്തിഗാസയും ഇത് രണ്ട് കോലത്തിലാണെന്ന് ആര് പറഞ്ഞു എന്നാണ്. വളരെ വ്യക്തമായി റഹ്മാനായ റബ്ബിന്റെ ആ ആയത്ത് തന്നെ എന്താണ്? മൂസാ നബിയോട് എന്താ ചോദിച്ചത്? ശത്രുവിനെതിരെ എന്താ ചെയ്തത്? മൂസാ നബി ആ ശത്രുവിനെ ഇടിച്ചു. ഈ ഇടിച്ചത് കാര്യകാലം എന്താണോ അല്ലേന്നാണോ? ഇടിച്ച കാര്യം എന്താ വിഷയമുള്ളത്? ഇടിക്കാന്നുള്ള എന്തിനാണ്? കാര്യകാലം എന്ത് തന്നെയാണ്. അതിനാണ് ചോദിച്ചതും. ഇതൊരു വിശദീകരണം ആവശ്യമില്ല. എന്തിനാ വിശദീകരണം? ഒരു ഇടി കൊടുത്തു, ആ ഇടി കൊടുത്ത് കാര്യകാലത്ത് അപ്പുറോ അത് സംശയമുള്ള വിഷയമാണോ? അവ മുസ്ലിം ആ വക പണി നിർത്തിക്കാളി.